പാക് സൈന്യം ആശയവും ആയുധവും കൊടുത്ത് പോറ്റി വളർത്തിയ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈനിക ശക്തിയുടെ ആക്രമണത്തിൽ ഇന്ന് തവിടുപൊടിയായത്. 1971 ശേഷം 3 സേനകളും സംയുക്തമായി നടത്തിയ ആദ്യ ദൗത്യമായിരുന്നു ഇന്ന് നമ്മുടെ സംയുക്ത സേന തകർത്ത ഭീകര കേന്ദ്രങ്ങൾ എന്തെല്ലാമാണ് എന്ന് എവിടെയെല്ലാമാണെന്നും നോക്കാം. നമ്മുടെ റഫാൽ വിമാനങ്ങൾ കരുത്തു തെളിയിച്ച ആക്രമണമാണ് കടന്നുപോയത്. പഴയ പോരാളികളായ MiG-29, Su-30 എന്നിവയും ഒപ്പം ചേർന്നു. നോട്ട് ടു എയർമെൻ അനുസരിച്ച് രാത്രി 1 മണിക്കല്ല നമ്മുടെ തിരിച്ചടി ആരംഭിച്ചത്. മെയ് 6 വൈകിട്ട് തന്നെ നമ്മുടെ സർവ്വസജ്ജമായ കരവ്യോമസേനകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനികാഭ്യാസങ്ങളിലൊന്ന് നിയന്ത്രണ രേഖയിൽ നടത്തിയിരുന്നു. ആ അരങ്ങൊരുക്കൽ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് അതേ വിമാനങ്ങൾ പറന്നുയർന്നതും വിവിധ ലക്ഷ്യസ്ഥാനങ്ങൾ ഒരേ സമയം ആക്രമിച്ചതും. ഈ 9 എണ്ണമാണ് ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ. 1. മർക്കസ് സുബനല്ല, ബഹാവൽപൂർ. 2. മർക്കസ് തൊയ്ബ, മുരിദ്കെ. 3. സർജൽ, തെഹ്റാക്കലാൻ. 4. മെഹ്മൂന ജോയ, സിയാൽകോട്ട്. 5. മർക്കസ് അഹ്ലെ ഹാദിത്ത്, ബർണാല. 6. മർക്കസ് അബ്ബാസ്, കോട്ട്ലി. 7. ഗുൽപൂർ, കോട്ട്ലി. 8. സവായ് നല്ല, മുസാഫറാബാദ്. 9. സയ്യിദുന ബിലാൽ, മുസാഫറാബാദ്. ഈ 9-ൽ 4 ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ മണ്ണിലായിരുന്നു. ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് മിസൈലുകൾ ഇതാണ് ഇവ 4ഉം ഇന്ത്യ തകർത്തത്. സെർജൽ, പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പ്. ഈ വർഷം മാർച്ചിൽ ജമ്മു കശ്മീരിൽ 4 പോലീസ് ഓഫീസർമാരെ വധിച്ച ഭീകരർക്ക് പരിശീലനം കിട്ടിയ ക്യാമ്പായിരുന്നു ഇത്. മെഹ്മൂന ജോയ, അതിർത്തിയിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ പാകിസ്ഥാനിലെ സിയാൽകോട്ടിലെ ഭീകരകേന്ദ്രം. ഹിസ്ബുൾ മുജാഹിദിന്റെ ഏറ്റവും വലിയ ക്യാമ്പുകളിൽ ഒന്നായിരുന്നു ഇത്. പത്താൻകോട്ട് എയർഫോഴ്സ് ബേസിലെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതും ഇവിടെയായിരുന്നു. മർക്കസ് തൊയ്ബ, മുരിദ്കെ, ലാഹോറിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ വടക്കുള്ള ലഷ്കർ-ഇ തൊയ്ബയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം. 2008 മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഭീകര ക്യാമ്പ് ഇതാണ്. അജ്മൽ കസബും ഡേവിഡ് ഹെഡ്ലിയും പരിശീലനം നേടിയത് ഇവിടെയായിരുന്നു. 200 ഏക്കറിലധികം വിസ്തൃതിയുള്ള മുരിദ്കെ ഭീകരകേന്ദ്രത്തിൽ ആയുധ പരിശീലന കേന്ദ്രവും ആശയ പ്രബോധന കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നു. മർക്കസ് സുബനല്ല, പാകിസ്ഥാനിലെ തെക്കൻ പഞ്ചാബിലുള്ള ബഹാവൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ്. 2019 പുൽവാമ ഭീകരാക്രമണം അടക്കം നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഇവിടെയായിരുന്നു. പാക് അധിനിവേശ കശ്മീരിലെ 5 ക്യാമ്പുകളും സൈന്യം തകർത്തു. സവായ് നല്ല, ലഷ്കർ-ഇ തൊയ്ബയുടെ മുഖ്യ പരിശീലന കേന്ദ്രമായിരുന്നു. വടക്കൻ കശ്മീരിലെ സോനാമാർഗ്, ഗുൽമാർഗ്, പഹൽഗാം എന്നിവിടങ്ങളിൽ ആക്രമണങ്ങളിൽ പങ്കെടുത്ത ഭീകരർക്ക് പരിശീലനം കിട്ടിയ ക്യാമ്പായിരുന്നു ഇത്. സയ്യിദുന ബിലാൽ, ജെയ്ഷെ മുഹമ്മദിന്റെ സ്റ്റേജിംഗ് ഏരിയ എന്നറിയപ്പെട്ട മുസറാബാദിലെ ക്യാമ്പ്. ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ സംഭരിച്ചു വച്ചിരുന്ന സ്ഥലം. വനത്തിൽ ദീർഘകാലം കഴിയാൻ ഭീകരർക്ക് അതിജീവന പരിശീലനം കൊടുത്തിരുന്ന ക്യാമ്പായിരുന്നു ഇത്. ഗുൽപൂർ, കോട്ട്ലി, ജമ്മു കശ്മീരിലെ ലഷ്കർ-ഇ തൊയ്ബയുടെ ബേസ് ക്യാമ്പായിരുന്നു ഇത്. ഇന്ത്യൻ സുരക്ഷാ വാഹനവ്യൂഹങ്ങളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയ തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രം. രജൌരി, പൂഞ്ച് ഭീകരാക്രമണങ്ങളിൽ ലോഞ്ചിംഗ് പാഡായി ഭീകരർ ഉപയോഗപ്പെടുത്തിയ സ്ഥലം. ബർണാല, ഭീംബേർ, അന്താരാഷ്ട്ര അതിർത്തിക്കും നിയന്ത്രണ രേഖയ്ക്കും സമീപം സ്ഥിതി ചെയ്യുന്ന ബർണാല നുഴഞ്ഞുകയറ്റത്തിനുള്ള ഗേറ്റ് വേ പോയിന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജംഗിൾ സർവൈവൽ ട്രെയിനിംഗ് സെന്ററായും പ്രവർത്തിച്ചു വരികയായിരുന്നു. മർക്കസ് അബ്ബാസ്, കോട്ട്ലി, പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ കോട്ട്ലിയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പായി പ്രവർത്തിച്ചു വന്നു. നുഴഞ്ഞുകയറ്റക്കാരുടെ പരിശീലന കേന്ദ്രമായിരുന്നു. ചാവേർ ആക്രമണത്തിനും ഇവിടെ പരിശീലനം നൽകിയിരുന്നു. ധാരാളം ഭീകരർക്ക് ഒന്നിച്ച് പരിശീലനം നേടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ ദീർഘകാലമായി ഭീകരതയുടെ കുഴിബോംബുകൾ പാകിക്കൊണ്ടിരുന്ന ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകളുടെ ഈ 9 കേന്ദ്രങ്ങൾക്ക് മേൽ ക്ലിനിക്കൽ കൃത്യതയുള്ള സൈനികാക്രമണം. ആകെ തൊടുത്തത് 24 മിസൈലുകൾ. വെറും 25 മിനിറ്റ് ഭീകരകേന്ദ്രങ്ങൾ 9ഉം തവിട് പൊടിയായി. രാജ്യത്തിന്റെ സൈനിക ബലമോർത്ത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന സമയം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.